പറയാൻ കഴിയും. അയ്യന്റെ സ്വർണം കട്ടവരും കട്ടവർക്ക് കഞ്ഞി വെച്ചവരും കുടുങ്ങും. നടപടികൾ കടുപ്പത്തിലേക്ക്. ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതര അനാസ്ഥ വെളിപ്പെടുത്തി മരിച്ച രോഗിയുടെ ശബ്ദ സന്ദേശം. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കൊല്ലം സ്വദേശി വേണു. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ആശുപത്രി അധികൃതർക്കെതിരെ ബന്ധുക്കൾ. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ആരോഗ്യമന്ത്രിക്ക് രൂക്ഷ വിമർശനം. കോടതി കടുപ്പിച്ചതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ നടപടിക്ക് സർക്കാർ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ നീക്കും. നിലവിലെ ബോർഡിന്റെ കാലാവധി നീട്ടില്ല. TK ദേവകുമാർ പുതിയ അധ്യക്ഷനായേക്കും. അന്തിമ തീരുമാനം നാളത്തെ CPM സെക്രട്ടേറിയറ്റിൽ. സ്വർണ്ണക്കൊള്ളയിൽ K വാസുവിനെ അറസ്റ്റ് ചെയ്തേക്കും. A പത്മകുമാറും അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. വീണ്ടും വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി. മുസ്ലിങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മലപ്പുറത്ത് ജീവിക്കാനാകൂ. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയായില്ല. പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട്. അങ്കമാലിയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച അമ്മൂമ്മ. കുടുംബത്തോടുള്ള ദേഷ്യം കാരണം കൊലപ്പെടുത്തിയെന്ന് മൊഴി. പ്രതി റോസ്ലി കഴുത്തറുത്ത് കൊന്നത് 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ. വർക്കലയിലെ ട്രെയിൻ അതിക്രമത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കും. ആക്രമിക്കപ്പെട്ട ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തുടരുന്നു. പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. നേമം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് രാജിവെച്ച് KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ്. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിങ്കളാഴ്ച. 3 ഏരിയ സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മത്സരരംഗത്ത്. പാലക്കാട് BJPക്ക് വെല്ലുവിളിയായി ആഭ്യന്തര തർക്കങ്ങൾ. ഈരാറ്റുപേട്ട നഗരസഭയിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം. ബീഹാറിൽ ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ്. ഭരണ തുടർച്ച ഉറപ്പെന്ന് നിതീഷ് കുമാർ. ബീഹാർ മാറ്റത്തിന് തയ്യാറെന്ന് ലാലു പ്രസാദ് യാദവ്. വാഹനവ്യൂഹം ആക്രമിക്കപ്പെട്ടതിൽ RJDക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഉപമുഖ്യമന്ത്രി. വിജയ്കുമാർ സിൻഹയും RJD MLC അജയ് കുമാറും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം. 14 तारीख को रिजल्ट में धमकी मत दो. तुम्हारे जैसा कितना छोड़ो राजद के गुंडा को हम ठीक कर देंगे. राजद के गुंडा गाड़ी नहीं छेकता. गाड़ी ഓസ്ട്രേലിയക്കെതിരായ 4ാം T20യിൽ ഇന്ത്യക്ക് 48 റൺസിന്റെ തകർപ്പൻ ജയം. 168 റൺസ് പിന്തുടർന്ന ഓസീസ് 119 റൺസിന് പുറത്ത്. അക്സർ പട്ടേൽ കളിയിലെ താരം. 5 മത്സരങ്ങളുടെ പരമ്പര കൈവിടില്ലെന്ന് ഉറപ്പാക്കി ഇന്ത്യ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണം. കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയർന്നത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് എത്തിയ തന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് വേണു സുഹൃത്തുക്കൾക്കയച്ച ശബ്ദരേഖ പുറത്തുവന്നു. ഇവിടെ ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല.
നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാൽ നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാൻ ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യൻ്റ് അൻവർ സാത്ത ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മയും എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാത്ത. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സിൽ എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത്. അവർക്കൊരു കാരണവശാലും യാതൊരുവിധ ഐഡിയയില്ല, ഒരൈഡിയയില്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയുന്നില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാദിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ്, എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. മെഡിക്കൽ കോളേജിനെതിരെ കുടുംബാംഗങ്ങളും രംഗത്തു. ചോദിച്ചപ്പോഴും ഡോക്ടർ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ് തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്റെ അനിയൻ മരിക്കാൻ ആശുപത്രി എന്താ കുറ്റം കൊണ്ട് ഈ കൈക്കൂലിയുടെ കൂടുതൽ കൊണ്ടാണ്. അവര് കൈക്കൂലി ചോദിച്ചിട്ടാണ് എന്റെ അനിയനെ ചികിത്സ കൊടുക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം മെഡിക്കൽ കോളേജ് നിഷേധിക്കുകയാണ്. നേരത്തെ സ്ട്രോക്ക് വന്നിട്ടുള്ള ആളാണെന്നും പരമാവധി ചികിത്സ ഉറപ്പാക്കിയിരുന്നതായും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചു. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നോറിനെ ചെസ്റ്റ് പെയിൻ ക്ലിനിക്കിലെ ഡോക്ടർമാർ കണ്ടിട്ടുണ്ട്. അവരുടെ ഗൈഡൻസ് അനുസരിച്ചാണ് ചികിത്സിച്ചിട്ടുള്ളത്. അതെല്ലാം വെരി മച്ച് ദെയർ ഇൻ ദ കേസ് ഷീറ്റ്. അല്ല, പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്ന് 24 hours കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ആണെന്ന് കാർഡിയോളജി ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത്. കാർഡിയോളജി പ്രൊഫസർമാരാ തീരുമാനിക്കുന്നത്. ഇല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ശ്രദ്ധപ്പെട്ടിട്ടുമില്ല. മീൻവൈൽ പുറത്തുനിന്ന് ആരൊക്കെ ഈ പേഷ്യന്റിനെ പറ്റി പേഷ്യന്റ് അന്വേഷിച്ചത് പ്രകാരം PRO ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പേഷ്യന്റ് കാര്യത്തിൽ മീൻസ് ചികിത്സ കിട്ടുന്നുണ്ടെന്ന് പോയി ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ മരണത്തിന് ഉത്തരവാദി ആശുപത്രി അധികൃതരാണ് എന്ന് വേണുവിന്റെ ശബ്ദ സന്ദേശമാണ് വലിയ നിർണായകമായ തെളിവായി മാറിയിരിക്കുന്നത്. ഇതൊരു മരണമൊഴിയായിട്ട് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നതും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 31 വേണു ചികിത്സ തേടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. 5 ദിവസമായി താൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വന്നിട്ടും തനിക്ക് വേണ്ടുന്ന പരിചരണം നൽകിയില്ല എന്നാണ് വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, തനിക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിച്ചാൽ ആശുപത്രി അധികൃതർ തന്നെയാകും ഇതിൻ്റെ ഉത്തരവാദി. ഇത് എത്രയും പെട്ടെന്ന് പുറംലോകത്തെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വേണു തൻ്റെ സുഹൃത്തിന് ശബ്ദ സന്ദേശം അയച്ചത്. ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയതിനെ തുടർന്ന് ആരോഗ്യമന്ത്രി വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് നൽകണം
നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ കുടുംബത്തിൻ്റെ ആരോപണം പൂർണ്ണമായും നിഷേധിച്ച സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയപ്പോൾ തന്നെ വേണുവിന് കൃത്യമായി ചികിത്സ നൽകി. മുൻപ് സ്ട്രോക്ക് വന്ന ആളാണ്, അതിന് ഘട്ടം ഘട്ടമായിട്ടുള്ള ചികിത്സാ രീതികൾ തന്നെയാണ് തങ്ങൾ ചെയ്തത് എന്നതടക്കമാണ് ആശുപത്രി സൂപ്രണ്ട് ഇന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പക്ഷേ ഈ വിശദീകരണങ്ങളൊന്നും തന്നെ കുടുംബം സ്വീകരിക്കുന്നില്ല. കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്, മൊഴി നൽകിയിരിക്കുന്നത് വേണുവിന് കൃത്യമായ ചികിത്സ ലഭ്യമാകാതെ തന്നെയാണ് വേണു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് വേണുവിന് മരണം സംഭവിച്ചത്. ഇന്ന് പന്മനയിലെ തൻ്റെ വീട്ടുവളപ്പിലായിരുന്നു വേണുവിൻ്റെ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് വേണുവിനുള്ളത്. വേണു ഒരു ഓട്ടോ തൊഴിലാളിയാണ്. പന്മന പ്രദേശങ്ങളിൽ ഓട്ടോ ഓടിച്ചാണ് ഉപജീവനം നടത്തി വന്നിരുന്നത്. വേണുവിൻ്റെ വിയോഗം നാടിനും നാട്ടുകാർക്കും വളരെ തേങ്ങലായി മാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. കൊല്ലം പന്മനയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നു. ആരോഗ്യമന്ത്രിയുടെ ഫ്ലെക്സിൽ കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടന്നു. വരും നാളുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഈ ഒരു സംഭവം വഴിവെക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് വേണുവിൻ്റെ കുടുംബം. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ചികിത്സ കിട്ടാതെ മരിച്ച വേണു ആരോഗ്യ കേരളം വെന്റിലേറ്ററായതിന്റെ ഇരയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിസ്റ്റം തകർത്ത ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. 1-ാം നമ്പർ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്കുണ്ടായ തിരിച്ചടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ വിഷയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ആരോഗ്യവകുപ്പും ഭരണ സംവിധാനങ്ങളും പരാജയപ്പെട്ടു. സർക്കാർ ആശുപത്രികളിൽ ദയനീയമായ സ്ഥിതിയാണെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. വളരെ വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പും ആരോഗ്യ രംഗത്തുള്ള അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും എപ്പോഴും നമുക്ക് ചർച്ചാ വിഷയം തന്നെയാണ്. അപ്പോഴും നമ്മൾ 1-ാം നമ്പറാണ്, അതുപോലെ ദാരിദ്ര്യമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ആരോഗ്യ മോഡൽ വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയിലാണ് നമ്മൾ ചെന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുടെ സ്ഥിതി, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതിദയനീയമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് PS പ്രശാന്തിനെ മാറ്റും. സ്വർണ്ണമോഷണ കേസിലെ കോടതി പരാമർശങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ ഭരണസമിതിക്ക് കാലാവധി ദീർഘിപ്പിച്ച് നൽകേണ്ടെന്നാണ് ധാരണ. ഹരിപ്പാട് മുൻ MLA TK ദേവകുമാറിനെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. മുൻ MP A സമ്പത്ത്, NSS വൈസ് പ്രസിഡന്റ് M സംഗീത് കുമാർ തുടങ്ങിയ പേരുകളും ചർച്ചകളിലുണ്ട്. നാളെ CPM സെക്രട്ടേറിയറ്റ് യോഗം പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും. PS പ്രശാന്തിന് ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്ത് ഒരു ടൈം കൂടി നൽകാൻ നേരത്തെ CPM ആലോചിച്ചിരുന്നു. മികച്ച രീതിയിൽ ദേവസ്വം ബോർഡ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രശാന്തിന് കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് CPM ഉണ്ടായിരുന്നത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ഈ തീരുമാനത്തിൽ നിന്ന് CPM-നെ പൂർണ്ണമായും മാറ്റി എന്ന് വേണം കരുതാൻ. അതിനുശേഷം നേരത്തെ ഒരു ഓർഡിനൻസ് ഇറക്കി ബോർഡിന്റെ കാലാവധി ജൂൺ മുതൽ ജൂൺ വരെ എന്ന നിലയിലേക്ക് 6 മാസത്തേക്കെങ്കിലും ബോർഡിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാനായിരുന്നു CPM ആലോചിച്ചത്. പക്ഷേ ഇപ്പോൾ അത്തരം ആലോചനയില്ല. നേരത്തെ തന്നെ പുതിയ ഭരണസമിതി വരട്ടെ തീരുമാനം CPM സ്വീകരിച്ചിരുന്നു. CPI-യും പുതിയ ഭരണസമിതിയാണ് നല്ലതെന്ന് CPI നേതൃത്വത്തെ അറിയിച്ചു. അങ്ങനെയാണ് CPI തങ്ങളുടെ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണൻ, CPI തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ അംഗം കൂടിയ വിളപ്പിൽ രാധാകൃഷ്ണനെ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ വിളപ്പിൽ രാധാകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചത്. CPM പുതിയ ആളുകളെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതുപോലെ തന്നെ ഒരു അംഗത്തിന്റെ സ്ഥാനത്തേക്കും പുതിയ ആളുകളെ തീരുമാനിക്കും. നാളെ ചേരുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാകും ഔദ്യോഗികമായി പേരുകൾ തീരുമാനിക്കുക. പല പേരുകൾ CPM-ന്റെ പരിഗണനയിലുണ്ടായിരുന്നു. NSS-ഉമായി ഉള്ള ബന്ധം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ NSS-ന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ M സംഗീത് കുമാറിനെ, തിരുവനന്തപുരത്തുള്ള M സംഗീത് കുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ CPM ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. പക്ഷേ അത് അനുകൂല പ്രതികരണം NSS-ന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും സംഗീത് കുമാർ എന്ന പേര് CPM ഉപേക്ഷിച്ചു. മാത്രമല്ല CPI-യുടെ പ്രതിനിധി നായർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തോ ആലപ്പുഴയുള്ള ഒരു ഈഴവ സമുദായത്തിലുള്ള നേതാവിനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് CPM ആലോചിച്ചത്. സമ്പത്ത്, മുൻ MP കൂടിയ സമ്പത്തിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. ഇപ്പോൾ TK ദേവകുമാറിനെ, ഹരിപ്പാട് മുൻ MLA കൂടിയായ ആലപ്പുഴയിൽ നിന്ന് TK ദേവകുമാറിനെ പ്രസിഡന്റ് ആക്കാനാണ് CPM ആലോചിക്കുന്നത്. നാളത്തെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ ധാരണയാകും. 13-ാം തീയതിക്കകം പുതിയ പേര് പ്രഖ്യാപിക്കും. ഓർഡിനൻസ് നീക്കത്തിനെതിരെ പ്രതിപക്ഷം അടക്കമുള്ളവർ നേരത്തെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് ഓർഡിനൻസ് ഉണ്ടാകില്ല. പകരം പുതിയ ഭരണസമിതി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ചുമതല ഏൽക്കും. 14-ാം തീയതി ചുമതലയേൽക്കും. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നീക്കം. നിലവിലെ ബോർഡിനെ അതേപടി നിലനിർത്തിയ കോടതിയിൽ നടക്കം വിമർശനം ഉണ്ടാക്കുമെന്ന തിരിച്ചറിവും CPM-നുണ്ടായി. അതിന്റെ ഭാഗമായാണ് പുതിയ ആളുകൾ തന്നെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വരട്ടെ തീരുമാനത്തിലേക്ക് CPM എത്തിച്ചേരാനുള്ള പ്രധാന കാരണം.
ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായാണ് അന്വേഷണം തുടരുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ കേസുമായി ബന്ധപ്പെട്ട് 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ എ പത്മകുമാറിനെ ചോദ്യം ചെയ്യലിനായി വൈകാതെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി പത്തനംതിട്ട കോടതിയിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ മൂന്നാം പ്രതിയായി കൃത്യമായി എടുത്തു പറഞ്ഞിരുന്ന 2019 ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെയും ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകാതെ തന്നെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടന്നേക്കാം. വരുന്ന 10-ാം തീയതി വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മണ്ഡലകാലം തുടങ്ങാൻ ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവരെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്ന അടക്കമുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് വിവരം. ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് എൻ വാസു കൃത്യമായി അതിന്റെ ഭാഗമായിട്ടുണ്ട്, അല്ലെങ്കിൽ വാസുവിന്റെ അറിവോടെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്ക് SIT എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ശരിവെക്കുന്ന തെളിവുകൾ കൂടി ശേഖരിച്ചതിന് ശേഷം വിശദമായ ചോദ്യം ചെയ്യലിനായി വീണ്ടും എൻ വാസുവിനെ കസ്റ്റഡിയിലെടുക്കുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയാകും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നീക്കമെന്നാണ് അറിയാൻ കഴിയുന്നത്. അന്വേഷണം തീരാൻ ഇനി 4 ആഴ്ചയിൽ താഴെ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ആകെ 6 ആഴ്ചയ്ക്കകം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിനിടയിൽ വലിയ രാഷ്ട്രീയ വിമർശനം കൂടി SITക്കെതിരെ ഉയരുന്നുണ്ട്. അതായത് എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അടക്കം ബോധപൂർവ്വം വീഴ്ച വരുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘമെന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് എത്തിയിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അതീവ രഹസ്യമായി എന്നാൽ കൃത്യമായി പഴുതുകൾ അടച്ചുള്ള അന്വേഷണമാണ് SITയുടെ ഭാഗത്തുനിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പിന്നിൽ രാജ്യാന്തര സംഘമുണ്ടെന്ന കോടതിയുടെ സംശയം ഗൌരവമേറിയതാണ്. അന്വേഷണം ഒച്ചിഴയുന്ന വേഗത്തിലാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബരിമല വിഷയം മുഖ്യ പ്രചാരണ വിഷയമാക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മലപ്പുറത്തെക്കുറിച്ച് വീണ്ടും വിവാദ പരാമർശവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റ് മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ എന്നാണ് പരാമർശം. മതപരമായ ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട പോലും തുറക്കാൻ അനുവദിക്കില്ല. പലരും ഭയന്നിട്ടാണ് പറയാത്തതെന്നും ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് തന്റെ ഇടമില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. മലപ്പുറം പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും വെള്ളാപ്പള്ളി ന്യൂസ് 8 പറഞ്ഞു. മുസ്ലിങ്ങളുടെ ഒരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ മതാചാരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ഒരു കട പോലും അവിടെ തുടങ്ങാൻ സാധിക്കുമോ? ജനാധിപത്യം എവിടെ ഇരിക്കുന്നത്? അവിടെ മതാധിപത്യമാണ്. അവരുടെ മതത്തെയും മതാചാരങ്ങൾക്കും അനിഷ്ഠിതമായി മാത്രമേ മറ്റുള്ള മതക്കാർക്കൂടെ ജീവിക്കാനും പ്രവർത്തിക്കാനും സാധിക്കൂ. ഇതൊരു പകല് പോലെ സത്യമല്ലേ? നിങ്ങൾ പറയാൻ ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്ക് തൻ്റെ ഇടമില്ലല്ലോ, ധൈര്യമില്ലല്ലോ. ഈ ബാക്കിയുള്ളവർ കുറ്റം എന്തിനാ പറയണത്? എല്ലാവരുടെ മനസ്സിലുണ്ടത്, എല്ലാവരുടെ മനസ്സിലും അറിയാം. പക്ഷേ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പറയുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് അവർ സ്വയം പരിശോധിക്കട്ടെ. അവരുടെ ആചാരങ്ങൾ വരുമ്പോൾ ഒരാളൊരു ചായക്കട തോന്നിരിക്കാൻ ബന്ധുക്കളെ സമ്മതിക്കുമോ? എന്ത് നാട്ടിലും വഴക്കുണ്ടാക്കുക എല്ലാം അടപ്പിക്കല്ലേ. മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയതായും വെള്ളാപ്പള്ളി. കോൺഗ്രസിൽ ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കണം. ലീഗിന് ധാർഷ്ട്യവും അഹങ്കാരവുമാണെന്നും UDF വന്നാൽ കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോഴേ വിഴുങ്ങിയിരിക്കുകയല്ലേ. കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിച്ചിട്ടല്ലേ ഇപ്പോഴും ചേർക്കുന്നത്. ഇത്തരം ഗതികെട്ടൊരു അവസ്ഥ കോൺഗ്രസിന് ഇന്ന് കേരളത്തിലുള്ളത് പോലെ വേറെ ആർക്കുണ്ട്? ഏത് കാര്യം പറയണമെങ്കിലും മിണ്ടണമെങ്കിലും ലീഗിനോട് ചോദിക്കണ്ടേ? കോൺഗ്രസിനകത്ത് ഒരാളെ ചേർക്കണമെങ്കിൽ ലീഗിൻ്റെ അനുവാദം വേണ്ടേ? ലീഗിൻ്റെ ദാർഢ്യം തന്നെ നോക്കുക. ഒരു വർത്തമാനത്തിൻ്റെ ദാർഢ്യം. ഒരു കേരളം 2 ടേം ഭരിച്ചു, 3ാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ പറ്റി പറയണത് എന്താണ്? ആണും പെണ്ണും കെട്ടണമെന്ന്. ഇങ്ങനെയൊക്കെയാണ് പറയണത്. ആരാണ് അവർ? പ്രധാനപ്പെട്ട ആളുകൾ. അവന് വേറുള്ള പ്രധാനപ്പെട്ട വലിയ ദിവ്യന്മാരായ ഈ ലീഗിലെ നേതാക്കന്മാർ ഭരണം ഇല്ലാഞ്ഞിട്ട് പോലും ഇവിടെ പറയുന്നതും ദുബായ് ചെന്ന് പറയുന്നത് എന്താണ്?
9.5 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നു. ഇനി വരന്ന് കയറണം. മാത്രമല്ല 9.5 കൊല്ലം കൊണ്ട് പോയി മുഴുവൻ ഞങ്ങൾ പിടിച്ചിട്ട് എടുക്കും എന്ന് പറയുമ്പോൾ അവരുടെ ദാർഢ്യത്തിൻ്റെ സ്വരം. ഇപ്പോൾ ഭരണമില്ലാത്തപ്പോൾ ഇതാണ് പറയണമെങ്കിൽ ഭരണത്തിൽ വന്നാൽ നമ്മളൊക്കെ എവിടെ പോയിട്ട് വരും? കെട്ടിത്തൂങ്ങി ചാകേണ്ടി വരും. ഇവിടെയൊക്കെ ഭരണം വന്നു. മുസ്ലിം ലീഗിൻ്റെ അഹങ്കാരവും ദാർഢ്യവും എന്തുമാത്രം കടന്നുപോയി. PM ശ്രീയിൽ CPM CPIയോട് ചെയ്തത് ശരിയായില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. തർക്കങ്ങൾ LDFനെ ക്ഷീണിപ്പിച്ചു. സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ MP ഗോവിന്ദന് ഏത്തമിടേണ്ടി വരില്ലായിരുന്നു. കിട്ടിയ അവസരം CPI മുതലാക്കി. ആദർശത്തെ മുറുക്കി പിടിച്ചാൽ ആദർശം മാത്രമേ ജയിക്കൂവെന്നും രാജ്യം തോൽക്കുമെന്നും പറഞ്ഞ വെള്ളാപ്പള്ളി ചില അടവ് നയങ്ങൾ വേണ്ടിവരുമെന്നും ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ. പരസ്യമായ ഒരു പ്രസ്താവന ഇല്ലാതെ അവരുടെ അകത്ത് തന്നെ ചർച്ച ചെയ്ത് തീർക്കേണ്ടതായിരുന്നു. പക്ഷേ ചെയ്തത് ശരിയായില്ല. കാരണം ഒരു ഒന്നിച്ച് നിൽക്കുന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് ഒരു വിദ്യാഭ്യാസ നയത്തുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെൻ്റ് വെക്കാൻ തീരുമാനിക്കുമ്പോൾ ഘടകകക്ഷികളുമായിട്ട് CPI മാത്രമല്ല ഘടകകക്ഷികളുമായിട്ട് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ആ ചെയ്ത് തെറ്റായി പോയി, അങ്ങനെ വേണ്ടതായിരുന്നെന്ന് ആ തെറ്റ് സ്വയം ഏറ്റെടുത്ത് മിസ് ഗോവിന്ദൻ മാഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഏത്തേടേണ്ട കാര്യം ഇപ്പോൾ ഇല്ലായിരുന്നു. കുറച്ചുകൂടെ സൂക്ഷ്മത അതിനകത്ത് പാലിച്ചിരുന്നുവെങ്കിൽ എതിരാളികൾക്ക് ഇങ്ങനെ ഒരു വടി കൊടുത്ത് അടിമേടിക്കാനുള്ള അവസരം ഇല്ലാതാക്കാമായിരുന്നു. അവർക്ക് കിട്ടിയ അവസരം മുതലെടുത്തു എന്നുള്ളതാണ് നേരെ. നിലപാട് ശരിയായതുകൊണ്ടല്ല. നിലപാട് അല്ല, ശരിയാണോ തെറ്റോ എന്ന് നമുക്ക് ഇപ്പോൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചിരിക്കുകയല്ലേ. കമ്മിറ്റി കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. പക്ഷേ ഇച്ചിരി കടന്നുപോയി. ശത്രുക്കൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഐക്യത്തിന് കോട്ടം തട്ടാവുന്ന രീതിയിലും അതിന് ക്ഷീണം വരാവുന്ന രീതിയിലും മറ്റ് ശത്രുക്കൾക്ക് മുതലെടുക്കാവുന്ന രീതിയിൽ അതിനെ ഒരുപാട് വ്യാഖ്യാനിച്ച് കൊടുക്കാനുള്ള അവസരങ്ങൾ കൊടുത്തു. ഒരു പരസ്യ പ്രസ്താവന എടുത്തത് അവരുടെ വേദികളിൽ അവരുടെ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും മന്ത്രിയാണെങ്കിലും അവരെല്ലാം തന്നെ വളരെ ഇതിൻ്റെ പ്രതിഷേധം പരസ്യമായിട്ടല്ല പറയേണ്ടത്. അവരുടെ വേദിയുണ്ട്. LDFിൻ്റെ യോഗത്തിൽ പറയാം, അതുകൊണ്ട് അവരുടെ മന്ത്രിസഭാ യോഗം കൊണ്ടുപോയി പറയാം. പരസ്യമായി ഒരുപാട് വിവാദങ്ങൾ ശക്തമായി പറഞ്ഞപ്പോൾ അത് ക്ഷീണം വരുന്നത് മൊത്തം LDF ഭരണത്തെയാണ്. കോടാനുകോടി രൂപ ഇവിടെ കിട്ടി രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അനിവാര്യമായി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നയരൂപീകരണം വേണമെന്ന് പറയുമ്പോൾ ചില അടവ് നയമൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും രാജ്യത്തിൻ്റെ പുരോഗതിക്ക്. അതിൻ്റെ ആദർശത്തെ മാത്രം മുറുകെ പിടിച്ചു നിന്നാൽ നമ്മൾ ആദർശം ജയിക്കുമായിരിക്കും, രാജ്യം തോക്കും. അത് തോക്കാതിരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി പ്രയോഗിച്ചതായിരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളും ഒരുപാട് പേരെ ഇപ്പോൾ കാട്ടിക്കയറ്റി നിർത്തിയിരിക്കുകയാണ്. ആ കാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഈ ചർച്ച വേണ്ട, നാട്ടിക്കയറ്റി നിർത്തിക്കൊണ്ട് അതിൻ്റെ സുതാര്യമായ ചർച്ച ഇതെന്താണ് ഏതാണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോഴും വേണ്ടത്ര അറിയില്ല. ഇങ്ങനെ ചില ഇംഗ്ലീഷിൻ്റെ 1-2 വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ എന്താണ് ഏതാണ് എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തത ജനങ്ങളിൽ വരുത്തിക്കൊണ്ടുള്ള ചർച്ചയും സംവാദവും നടത്തിക്കൊണ്ട് അത് സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പിണറായിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. 1ാം പിണറായി സർക്കാരാണ് മികച്ചത്. മന്ത്രിമാർക്ക് ഭരണപരിചയമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും 2ാം പിണറായി സർക്കാരിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിച്ചതായും വെള്ളാപ്പള്ളി പറഞ്ഞു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുണ്ടാണ്. വേറെ ആരും മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിലൂടെ ഭൂരിപക്ഷം 3ാമതും കിട്ടി. പിണറായി അല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഇവർ കൊണ്ടുവരാൻ പോയാൽ 6 നില പൊട്ടിത്തെറിക്കും ഇടതുപക്ഷം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കേരളത്തിൽ വന്നപ്പോൾ പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്താണ്? ഇവിടെ പാർട്ടി പരസ്പരം പോരടിച്ച് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന അവസരത്തിൽ ഇതെല്ലാം തന്നെ ഒത്തുകൂട്ടി അവിടെ സംഘടനാപരമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നേതൃപാഠവും കാണിച്ച ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ആ മഹൽ വ്യക്തിയുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് ഇന്നും ഈ പാർട്ടി തളരാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പിണറായി എന്ന ഒരു വ്യക്തികളുടെ നയപരമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 2ാമത്തേതിനേക്കാൾ മെച്ചമായിരുന്നു 1ാമത്തേത് എന്ന് പറയാതിരിക്കാനൊക്കെ. പിന്നെ 1ാമത്തെ ഭരണകാലത്തിരുന്ന മന്ത്രിമാരെല്ലാം തന്നെ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ പ്രഗത്ഭന്മാരും പരിചയസമ്പന്നമായിരുന്നു. മറ്റു വാർത്തകൾക്ക് മുൻപ്
തിരുവനന്തപുരം നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷം. നേമം മണ്ഡലത്തിന്റെ ചുമതലയിൽ നിന്ന് KPCC ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് രാജിവെച്ചു. മണക്കാട് സുരേഷ് പരിഗണിച്ച പേര് വെട്ടി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷനെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. GV ഹരിക്ക് പകരം നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയിൽ ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനായതിന്റെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ് ക്യാമ്പ്. അതിനിടയിലാണ് നേമത്ത് നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ ഒരു വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നത്. നേമം മണ്ഡലത്തിന്റെ കോർ കമ്മിറ്റിയുടെ ചുമതല ഉണ്ടായിരുന്നത് KPCCയുടെ ജനറൽ സെക്രട്ടറിയായ മണക്കാട് സുരേഷിനായിരുന്നു. മണക്കാട് സുരേഷ് GV ഹരിയുടെ പേരാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന് ആഗ്രഹിക്കുകയും മുമ്പോട്ട് വെക്കുകയും ചെയ്തത്. പക്ഷേ GV ഹരിയെ പരിഗണിക്കുന്നതിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലിയാണ് തർക്കം ഉടലെടുത്തത്. ആ തർക്കമാണ് ഇപ്പോൾ മണക്കാട് സുരേഷ് ഈ കോർ കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന തരത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. രാജി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജി തീരുമാനം അറിയിച്ചുകൊണ്ടുള്ള കത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും മണക്കാട് സുരേഷ് കൈമാറി കഴിഞ്ഞുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള ഇടപെടലാകും കോൺഗ്രസ് നേതൃത്വം ഇനി നടത്തുകയെന്ന് ആണ് അറിയാനുള്ളത്. വലിയ പ്രതീക്ഷയോടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിൽ ശബരിനാഥിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മണക്കാട് സുരേഷിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ KPCC നേതൃത്വം തന്നെ അനുനയ നീക്കത്തിന്റെ ഭാഗമായി തർക്കം ഉണ്ടായിരിക്കുന്ന സ്ഥലങ്ങളിലെ നേതാക്കന്മാരുമായും സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച സീറ്റ് മോഹികളായ നേതാക്കന്മാരുമായി ഉൾപ്പെടെ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് വേണ്ടിയ അനുനയ നീക്കം നടത്തുക. തിരുവനന്തപുരം നഗരസഭയിലെ 16 വാർഡുകളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പ്രഖ്യാപിച്ചു. ആദ്യം 48 പേരുടെ പട്ടികയായിരുന്നു കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. രണ്ടാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 15 പേരുകളെ ചൊല്ലി തർക്കം തുടരുന്നതിനിടെയാണ് മൂന്നാം സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത്. തിരുവനന്തപുരം നഗരസഭയിലെ 75 സീറ്റിൽ CPM മത്സരിക്കും. 3 ഏരിയ സെക്രട്ടറിമാരും ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ 2 പേരും 2 ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും മത്സര രംഗത്തുണ്ടാകും. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കുന്നതിനെതിരെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു. ചർച്ചകൾ പൂർത്തിയാക്കി CPM സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക് പേട്ടയിൽ നിന്ന് ജനവിധി തേടും. മേയർ സ്ഥാനത്തേക്ക് CPM പ്രഥമ പരിഗണന നൽകുന്നത് ദീപക്കിനാകും. പുന്നയ്ക്കാമുകളിൽ മത്സരിക്കുന്ന RP ശിവജി, ജില്ലാ കമ്മിറ്റി അംഗവും ചാലയിലെ സ്ഥാനാർത്ഥിയുമായ SA സുന്ദർ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ IP വിനു, വഞ്ചിയൂരിലെ സ്ഥാനാർത്ഥി വഞ്ചിയൂർ P ബാബു എന്നിവരാണ് മത്സര രംഗത്തെ പ്രമുഖർ. വിളപ്പിൽ, വഞ്ചിയൂർ, പാളയം ഏരിയ സെക്രട്ടറിമാരാണ് മത്സര രംഗത്തുള്ളത്. ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാനിറങ്ങുന്നതിനെതിരെ വലിയ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത്. മാസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടി സെക്രട്ടറിമാരായവർ എന്തിനാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിറങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം. സംസ്ഥാന കമ്മിറ്റി ഇത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം. ജില്ലാ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അതത് വാർഡ് കമ്മിറ്റികൾ വീണ്ടും പരിശോധിക്കും. എതിരഭിപ്രായമുണ്ടായാൽ ജില്ലാ കമ്മിറ്റി ഇടപെടും. പൗണ്ട് കടവ് ഉൾപ്പെടെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട്. മേടയിൽ വിക്രമനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തു വന്നു. ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് CPMന്റെ തീരുമാനം. 75 സീറ്റിൽ CPMഉം 17 സീറ്റിൽ CPIയും മത്സരിക്കും. കേരള കോൺഗ്രസ് എമ്മിന് 3ഉം മറ്റു ഘടകകക്ഷികൾക്ക് ഓരോ സീറ്റുമാണ് നൽകിയത്. NCP ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് R സതീഷ് കുമാറാണ് കണ്ണമ്മൂലയിലെ സ്ഥാനാർത്ഥി. ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം SK പ്രീജയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനാണ് CPMന്റെ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കുന്നതിൽ 21 വയസ്സ് തികഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുണ്ട്. തിരുവനന്തപുരം തച്ചോട്ടുകാവ് വാർഡ് 1-ൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജന്യ S അജി മലയങ്കീഴ് മാധവ കവി മെമ്മോറിയൽ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അജന്യ. മലയങ്കീഴ് മാധവകവി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. ഇവിടെ ഇപ്പോൾ പ്രകടനം നടന്നു. ഇത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രകടനമല്ല, മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി, കോളേജിൽ പഠിക്കുന്ന BSc അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി, BSc മാത്തമാറ്റിക്സ് പഠിക്കുന്ന അജന്യ ഇവിടെ നിന്ന് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തച്ചോട്ടുകാവ് വാർഡ് 1-ൽ മത്സരിക്കുന്നു അല്ലേ? എങ്ങനെ തോന്നുന്നു ഈ ഒരു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇലക്ഷനിലേക്ക് പോകുന്നു? വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഇലക്ഷനിൽ വരാനായിട്ട് സാധിച്ചതിൽ. കോളേജിൽ നിന്ന് ഇങ്ങനെ SFIയുടെ പ്രവർത്തകയായിട്ട് ഇപ്പോൾ ഇലക്ഷനിലേക്ക് വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്.
നേരത്തെ പാർട്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ മത്സരിക്കേണ്ടി വരുമെന്നല്ലേ, പെട്ടെന്ന് പറയായിരുന്നു? പെട്ടെന്ന് പറയായിരുന്നു, പക്ഷെ അത് വളരെ സന്തോഷം തോന്നി. ഈ ഒരു കോളേജിൽ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് പറ്റിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. കൂട്ടുകാരുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? നിങ്ങളുടെ SFI ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അവരെല്ലാം നല്ല സപ്പോർട്ടാണ്, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാ രീതിയിലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ പ്രചരണത്തിന് വരുമോ? എല്ലാവരും വരാറുണ്ട് പ്രചരണത്തിനെല്ലാം. നിങ്ങളൊക്കെ ലക്ഷപ്രചരണത്തിന് പോകുന്നുണ്ടോ? അജന്യെ ജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ പോകും? നമ്മുടെ കോളേജിൽ പ്രചരണം ചെയ്യുന്നുണ്ട്. പിന്നെ അവൾ ഈ കോളേജിന് വേണ്ടി നിൽക്കുന്നത് നല്ലൊരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നത് നമുക്കൊരു അഭിമാനമാണ്. അതിന് ഇവിടെ കോളേജിൽ എങ്ങനെയാണ് SFI ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണോ? നല്ല കുറച്ച് ആക്റ്റീവാണ് അവൾ ഇവിടെയും. നിങ്ങളൊക്കെ പ്രചരണത്തിന് പോവോ? പ്രചരണത്തിന് പോവും. അതിന് ജയിക്കുമോ? അവിടെ ജയിക്കും. ജയിപ്പിക്കോ? പ്രചരണത്തിന് പോകുന്നുണ്ടോ? അവിടെ ഹോട്ടലിൽ ആരെങ്കിലും ഉണ്ടോ? വാർഡ് ഹോട്ടലിൽ വേറെ ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടോ? ഇല്ല, ആരുമില്ല. ഏതായാലും ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. കാരണം 21 വയസ്സ് ആകണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ. അന്ന് അജന്യക്ക് 21 വയസ്സായെന്ന് തോന്നുന്നല്ലേ? ഇന്നാണ് 21 വയസ്സ് തികഞ്ഞത്. ഇന്ന് ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേക്ക് തന്നെ മത്സരിക്കാനുള്ള തീരുമാനമൊക്കെ പുറത്തു വരികയാണ്. അതെ, അതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും അജന്യയുടെ പിറന്നാളും ഈ കൂട്ടുകാർ ആഘോഷിക്കുന്നുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് അജന്യയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ ഒരാൾ അജന്യയാകുമെന്ന് ഉറപ്പാണ്. 21 വയസ്സാണ് അജന്യയ്ക്ക് ഇന്ന് പൂർത്തിയായത്. ഏതായാലും കോളേജിൽ കൂട്ടുകാർക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ച് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചാണ് അജന്യ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത്. വലിയ ആഹ്ലാദത്തിൽ, വലിയ ആവേശത്തിലാണ് അജന്യയും കൂട്ടുകാരുമൊക്കെ. മലയങ്കീഴിൽ നിന്നും അരുൺ പാലോടിനൊപ്പം VV അരുൺ, ന്യൂസ് 18. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, സഖാവരന്യ സിന്ദാബാദ്, സഖാവരന്യ സിന്ദാബാദ്. പോരാട്ടത്തിൻ പാർവേദികളിൽ, പോരാട്ടത്തിൻ പാർവേദികളിൽ ഞങ്ങളെ നയിക്കേണ്ടവര്, ധീരസഖാവേ അജന്യേ, ധീരസഖാവേ അജന്യേ, നിനക്കൊരായിരം ബോധ്യങ്ങൾ. പാലക്കാട് നഗരസഭയിലും ഇത്തവണ പോരുകടുക്കും. നഗരസഭ നിലനിർത്താൻ BJPക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണ്. പാർട്ടിയിലെ ആഭ്യന്തര പ്രതിസന്ധിയും നഗരസഭാ ഭരണത്തിനെതിരായ വികാരവും തിരിച്ചടിക്കുമോ എന്നതാണ് ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം പ്രതിഫലിച്ചാൽ കോൺഗ്രസിനും പ്രതിസന്ധിയാണ്. കഴിഞ്ഞ 10 വർഷമായി BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്ടേത്. 28 സീറ്റെന്ന വ്യക്തമായ മെജോറിറ്റിയാണ് കഴിഞ്ഞ തവണ BJPക്കുള്ളത്. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുങ്ങുമ്പോൾ BJPയുടെ മുമ്പിലെ വെല്ലുവിളി പാർട്ടിക്കുള്ളിലെ കലഹങ്ങളെ അതിജീവിച്ച് ഭരണം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വികസനം മുന്നിക്കൊണ്ട് തന്നെയാണ് 3 പാർട്ടികളും, അതായത് UDFും LDFും BJPയും പ്രചരണ രംഗത്തുള്ളതെങ്കിലും ഇവിടെ നിർണായകമാവുക BJPയിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും. കാരണം C കൃഷ്ണകുമാർ വിഭാഗവും മറുവശത്ത് ശിവരാജനും പ്രമീള അടക്കമുള്ള മുതിർന്ന നേതാക്കളുള്ള മറുവിഭാഗവുമാണുള്ളത്. സ്വാഭാവികമായിട്ടും ഈ BJPയുടെ ഈ ഒരു കലഹം അത് എങ്ങനെ BJPക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി നഗരസഭാ ചെയർമാൻ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കും എന്നുള്ള ചോദ്യങ്ങളൊക്കെ BJPയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ തന്നെ ചർച്ചയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. C കൃഷ്ണകുമാർ ഭാഗത്തെ പരിഗണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ശിവരാജനടക്കമുള്ള മറുവശത്തുള്ള നേതാക്കൾ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തും. ഒരുപക്ഷെ അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടിക്ക് തലവേദന ഉണ്ടാക്കുന്ന സാഹചര്യവും തീർക്കും. ഇന്ന് സ്ഥിതി വളരെ വളരെ വ്യത്യസ്തമാണ്. ഏറ്റവും സുതാര്യമായ രീതിയിൽ പാലക്കാട് നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും വലിയ നേട്ടം. പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഭരണം തുടരും എന്ന് തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു, ഒരു അഴിമതി രഹിത ഭരണം വേണമെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണം. ഇത് മുതലെടുക്കുവാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ശ്രമങ്ങൾ. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ്. പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാർട്ടിയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് പരിപാടികളിൽ പങ്കെടുത്തിരുന്നത്. ഇത് C കൃഷ്ണകുമാർ ഭാഗത്തിന് വലിയ തോതിൽ തന്നെ അമർഷമുണ്ടാക്കിയിരുന്നു. അവർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. പക്ഷേ നിലവിൽ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയ സാഹചര്യം
സാഹചര്യത്തിൽ വലിയ നടപടികളിലേക്ക് പാർട്ടി മുന്നോട്ട് പോയിട്ടില്ല. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ ഏതെല്ലാം തരത്തിലാകും സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് മുതലെടുത്തുകൊണ്ട് ഇവിടെ കൂടുതൽ സീറ്റുകൾ നേടാനാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊരു ശ്രമം. അതായത് BJP-യിലെ അതൃപ്തരെ ഒപ്പം നിർത്തിക്കൊണ്ട് ഭരണത്തിലേക്ക് എത്തുവാൻ ആണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. എന്താണ് വികസനം ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? UDF ഭൂരിപക്ഷ സീറ്റ് 28 സീറ്റ് 30 സീറ്റിനുള്ളിൽ UDF-ന്റെ ഭരണം. കാരണം ഇവിടെ ഞങ്ങൾ ഭരിക്കാൻ ഇറങ്ങിച്ചെല്ലാനാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. എങ്ങനെയെങ്കിലും UDF ഭരണത്തിൽ വന്ന് പാലക്കാട് നഗരസഭയെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറുവശത്ത് LDF ആകട്ടെ വികസനം മുൻനിർത്തിയുള്ള പ്രചാരണത്തിലേക്കാണ് അവർ ശ്രദ്ധ ഊന്നുന്നത്. കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ ഒന്നും തന്നെ പാലക്കാട് വേണ്ട പോലെ വന്നിട്ടില്ല, 10 വർഷമായി വികസനം ഒന്നും നടന്നിട്ടില്ല എന്ന കാര്യവും, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് LDF പ്രധാനമായിട്ടും ഇവിടെ പ്രചരണത്തിന് വിഷയമാക്കുന്നത്. LDF-ന് നിലവിൽ അവിടെ വളരെ കുറഞ്ഞ സാധ്യതകളാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. പക്ഷേ അതിനപ്പുറം നേടുവാൻ ഇപ്പോൾ ഈ പാലക്കാട് കൊണ്ടുവന്ന വികസനങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേടാനാണ് LDF-ന്റെ നീക്കം. UDF-ഉം അതേപോലെ തന്നെ BJP-യും അവർ ഈ നാടിനെ നയിക്കാൻ പ്രാപ്തരല്ല എന്ന് പാലക്കാട് ജനത തിരിച്ചറിയുകയും വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പിന്തുണ ആർജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സമയമാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പാലക്കാട് നഗരസഭ LDF തിരിച്ചു പിടിക്കും എന്ന് മാത്രമല്ല, LDF-ന്റെ ഭരണത്തിന് കീഴിൽ നിങ്ങൾ സമയബന്ധിതമായി നിങ്ങൾ വയ്ക്കുന്ന മാനിഫെസ്റ്റോ പോലും അതാണ്. 1 വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന പദ്ധതികൾ തന്നെ ജനങ്ങൾ മുമ്പാകെ അവതരിപ്പിച്ച് ആ പദ്ധതി കൃത്യമായി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായ സഹകരണത്തോടുകൂടി നടത്തും. എന്താണെങ്കിലും BJP-യിലെ ആഭ്യന്തര കലഹം തന്നെയായിരിക്കും വികസനവാദങ്ങളെക്കാൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുക. CB അനുമോദ്, ന്യൂസ് 18. കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയിൽ UDF വെൽഫെയർ പാർട്ടി സഖ്യം. 2 വാർഡുകളിൽ UDF പിന്തുണയിൽ വെൽഫെയർ പാർട്ടി മത്സരിക്കും. ഇത് സംബന്ധിച്ച് സ്ഥാനാർത്ഥി പോസ്റ്ററും പുറത്തിറങ്ങി. എന്നാൽ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് UDF ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, കഴിഞ്ഞ തവണയും UDF വെൽഫെയർ പാർട്ടി ധാരണയുണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇത്തവണ ഇതൊന്നും ഉണ്ടാകില്ല എന്ന് കോൺഗ്രസും ലീഗും UDF മൊത്തത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ഈ പോസ്റ്റർ പുറത്തു വരുമ്പോഴും ഇത് വിഷയം അറിഞ്ഞിട്ടില്ല എന്നാണോ ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം? തീർച്ചയായും തങ്ങൾക്കൊന്നും അറിയില്ല എന്ന നിലപാട് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടുമില്ല. എന്തായാലും വെൽഫെയർ പാർട്ടി ഇത് സംബന്ധിച്ചുള്ള പോസ്റ്ററുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് 6-ാം വാർഡിലും ഒപ്പം തന്നെ 13-ാം വാർഡിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റൈന ടീച്ചർ 6-ാം വാർഡിലും സുറുമി യൂസഫ് 13-ാം വാർഡിലും മത്സരിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി നേതൃത്വം ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. അതായത് ഈ പ്രധാനപ്പെട്ടത് ഇത്തവണ ഇങ്ങനൊരു സഖ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴാണ് ഇങ്ങനൊരു നിലപാടുമായി പ്രാദേശിക കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇനിയും എന്താണ്, ഇത് പിൻവലിക്കാൻ UDF തയ്യാറാകുമോ, അവിടെ മറ്റ് ലീഗിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ ഒക്കെ സ്ഥാനാർത്ഥികൾ വരുമോ എന്ന കൗതുകമാണ് ഇനി ബാക്കിയുള്ളത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് ഈരാറ്റുപേട്ടയിൽ കൂടുതലും മത്സരിക്കുന്നത് മുസ്ലിം ലീഗൊക്കെയാണ്. അവിടെ അതുകൊണ്ട് തന്നെ ലീഗുമായാണ് വെൽഫെയർ പാർട്ടി ധാരണയിൽ എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള ചില വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇതുവരെ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. G. ശ്രീജിത്ത് വിവരങ്ങൾ നൽകി. ബീഹാറിൽ വിധിയെഴുത്ത്. തന്റെ വാഹനവ്യൂഹത്തെ പ്രധാന RJD പ്രവർത്തകർ ആക്രമിച്ചു എന്ന ആരോപണവുമായി ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ. ലഖിസാറായിൽ നടന്ന സംഭവത്തിൽ പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും BJP വ്യക്തമാക്കി. വിജയകുമാർ സിൻഹയും RJD MLC അജയ് കുമാറും തമ്മിൽ ചൂടേറിയ തർക്കവും നടന്നു. पदाधिकारी को उसको चेक करवाओ। हाँ चेक कराओ। तुम बोलने वाले कौन हो? चेक करवा तो इसको दारू पिए हुए हैं। मैं रोको इसको। हंगामा करता है। दारू पी के बॉडीगार्ड भी दारू पी ले। अरे दारू पी के हंगामा के इसको चेक करवाओ। दे रहे हैं। ये राजद का MLC हो गया है। राजद का दारू पी के हंगामा कर रहा है। तुम बुरा जमाना जात हो गया। कहाँ प्रशासन लगाओ? तुमने दारू पी का हंगामा कर रहा है बूथ पर जाकर के। दारू पी का ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്.
ബെഗുസരായ്, ഗോപാൽഗഞ്ച് മണ്ഡലങ്ങളാണ് വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിൽ. മുഖ്യമന്ത്രി നിതീഷ് കുമാർ, മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവ്, മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് തുടങ്ങിയവർ വോട്ട് രേഖപ്പെടുത്തി. ഭരണ തുടർച്ചയെന്ന നിതീഷും മാറ്റം ഉറപ്പാണെന്ന് ലാലുവും പ്രതികരിച്ചു. ये बिहार के लोगों से यही अपील है कि मतदान केंद्र जाएं, अपने वर्तमान भविष्य को देखते हुए वोट दें. नौकरी, रोजगार, कारखाने बिहार में खुले, अच्छी शिक्षा चिकित्सा हो, पढ़ाई दवाई कमाई की जो बात करे उसको जो है मतदान करे. यही हम सब लोगों से अपील करना चाहते हैं. उम्मीद क्या है सर? उम्मीद हम लोग जीतेंगे, सब लोग जीतेंगे, बिहार जीतेगा. 18 तारीख को बदलेंगे सरकार. 18 तारीख को बदलेंगे सरकार. 14 को नई सरकार मिलने वाली है. വിവരങ്ങളുമായി മനു ഭരത് നാഷണൽ ഡെസ്കിൽ ചേരുന്നു. മനു, ഇതുവരെ ബീഹാർ കാണാത്ത തരത്തിലുള്ള നാടിളക്കി മറിച്ചുകൊണ്ടുള്ള പ്രചാരണം ഇരു വിഭാഗങ്ങൾക്കും പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറുന്ന സാഹചര്യം, ഈ വലിയ പോളിംഗ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർക്കാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുന്നത്? അപർണ, ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചൂട് വളരെ കൃത്യമായി പ്രകടമാണ്. ഇപ്പോൾ അവിടെ ഈ ഉപമുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള മുർദാബാദ് വിളികളുണ്ടായി എന്നുള്ള ആക്ഷേപം ഒരു വശത്ത് വരുന്നു. അപ്പോൾ വിജയകുമാർ സിൻഹ ഇത് പരാതിയായി ഉയർത്തുകയും പിന്നീട് അതിൽ അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ലഖിസരായിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും ആ വിഷയത്തിൽ അന്വേഷണം ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടും എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സുഗമമായ പോളിംഗ് പ്രദേശത്ത് ഉറപ്പാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മണ്ഡലങ്ങളിലുമൊക്കെ നല്ല രീതിയിലുള്ള പോളിംഗ് നടക്കുന്നു എന്നത് ഒരു ഗുണകരമായൊരു കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇപ്പോൾ അപർണ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നിട്ടുള്ളത് ബെഗുസരായിലാണ്. അവിടെ എനിക്ക് ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പോളിംഗ് ഏതാണ്ട് 70% അടുക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ നല്ല ഒരു ലക്ഷണമായി കാണുന്നു. അതോടൊപ്പം മധേപുരയിലുണ്ട്, മുസാഫർപൂരിലൊക്കെ ഏതാണ്ട് 65% പോളിംഗ് ഉണ്ട്. സമസ്തിപൂരിൽ 65% കടന്നിരിക്കുന്നു. ഗോപാൽഗഞ്ചിലും നല്ല രീതിയിലുള്ള പോളിംഗ്, അവിടെയും 65%-ലധികം വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് 70%-ലേക്ക് ഇപ്പോൾ നീങ്ങുന്നതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ഇത് 5 മണി വരെയുള്ള കണക്കാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 6 മണിയിടത്ത് വരുമ്പോഴേക്കും അവസാന ഘട്ടത്തിൽ നല്ല ദ്രുതഗതിയിലുള്ള പോളിംഗ് ബീഹാറിൽ പലയിടത്തും രേഖപ്പെടുത്തുകയുണ്ടായി. അതിപ്പോൾ അതേസമയം ചിലയിടങ്ങളിൽ വാക്തർക്കങ്ങൾ, സംഘർഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും വലിയ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിൻ്റെ മറ്റ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ അരാറിയയിലും അതുപോലെ ഭാഗൽപൂരിലുമൊക്കെ പ്രധാനമന്ത്രി റാലികളെ അഭിസംബോധന ചെയ്തു. ബീഹാറിൽ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തങ്ങൾ അധികാരത്തിൽ വരും എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഒരു വിശ്വാസം. അത് അദ്ദേഹം റാലികളിൽ പ്രകടിപ്പിച്ചു. അതേസമയം മറുവിഭാഗം തങ്ങൾ ബീഹാറിൽ മാറ്റമുണ്ടാകും എന്ന ഒരു പ്രചരണമാണ് നടത്തുന്നത്. സാമ്രാട്ട് ചൗധരി, ബീഹാറിലെ ഉപമുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരി വ്യക്തമാക്കിയത് ഈ നിലയ്ക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ അടുത്ത 20 കൊല്ലത്തേക്ക് BJPയെ തടയാൻ ആർക്കും കഴിയില്ല, മോദിയെ തടയാൻ ആർക്കും കഴിയില്ല എന്ന തരത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു പരിഹാസവുമായി രംഗത്തെത്തി. അതേസമയം ഗിരിരാജ് സിംഗ് ആകട്ടെ തൻ്റെ ബേഗുസരായിൽ ചില വിവാദ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ ബുർക്കയൊക്കെ ഇട്ട് ആളുകൾ വോട്ടിങ്ങിന് വരുന്നത് ഇത് വല്ല ഇസ്ലാമിക് രാജ്യമാണോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. അത് ചെറിയ തോതിൽ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും ആളുകളുടെ മുഖം കാണിക്കണമെന്ന നിലപാട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ വാക്തർക്കങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. അതേസമയം 11 മണിയോടുകൂടി 14-ാം തീയതി പ്രതിപക്ഷത്തിൻ്റെ കഥ കഴിയും എന്നാണ് അമിത്ഷാ ഇന്ന് അവിടെ പറഞ്ഞത്. അവിടെ അമിത്ഷാ ഇന്ന് പ്രചരണം നടത്തുന്നുണ്ട്. മധുബനി പ്രദേശങ്ങളിലാണ് അമിത്ഷയുടെ പ്രചരണം നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വ്യക്തമാക്കിയത് തികഞ്ഞ ആത്മവിശ്വാസമാണ്. ആ നിലയ്ക്ക് ബീഹാറിലെ വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറുകൾ കഴിഞ്ഞ് ഇതിൻ്റെ അന്തിമ ഇനി ക്യൂവിൽ നിൽക്കുന്നവരൊക്കെ വോട്ട് ചെയ്യുക എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ. അപ്പോഴും ഭേദപ്പെട്ട പോളിംഗ് എന്ന വിവരം വരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ മുന്നണികൾ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. റൈറ്റ്, മനു ഭരത് വിവരങ്ങൾ നൽകി. മറ്റു വാർത്തകൾ കാണാം.
അങ്കമാലിയിലെ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ അമ്മൂമ്മ കുറ്റം സമ്മതിച്ചു. കുടുംബത്തോട് ദേഷ്യം തോന്നിയപ്പോൾ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് മൊഴി. അങ്കമാലി പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് അമ്മൂമ്മ റോസ്ലിയുടെ കുറ്റസമ്മതം. 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്ന കേസിൽ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. നേരത്തെ അങ്കമാലി പോലീസ് ആശുപത്രിയിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കുട്ടിയുടെ കഴുത്ത് മുറിക്കാൻ ഉപയോഗിച്ച കത്തി വീടിനകത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഡാനി പോളിന്റെ അങ്കമാലിയിൽ 6 മാസം പ്രായമുള്ള പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. രാവിലെ കുട്ടിയുടെ അമ്മൂമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ അമ്മൂമ്മ ഇന്നലെ മുതൽ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. അവർ ആശുപത്രിയിലായിരുന്നു, പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിൽ അമ്മൂമ്മ കുറ്റം സമ്മതിച്ചതായാണ് പോലീസിൽ കുറ്റസമ്മത മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് കുടുംബത്തോടുള്ള ദേഷ്യം കൊണ്ട് താനത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ മാനസിക ഭ്രാന്തി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളാണ്. വിഷാദ രോഗത്തിനടക്കം മരുന്ന് കഴിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവരിങ്ങനെ ചികിത്സയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അപ്പോൾ മൊഴികൾക്ക് ഈ രീതിയിൽ തന്നെയാണ് പോലീസ് അത് കണക്കിലെടുത്തിരിക്കുന്നത്. നിലവിൽ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെല്ലാം വകുപ്പുകൾ വേണം എന്നതടക്കം, പ്രത്യേകിച്ച് ഈ രോഗാവസ്ഥയടക്കം അതിലേക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം വകുപ്പുകളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതടക്കം മുതിർന്ന ഉദ്യോഗസ്ഥർ ചേർന്നായിരിക്കും അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇവരെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇത്തരം നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അമ്മൂമ്മയുടെ സമീപം ഉറക്കാൻ കിടത്തിയിട്ട് അടുക്കള ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കരച്ചിൽ കേട്ട് ഇവിടേക്ക് വരികയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കുട്ടിയെ കാണുകയും ചെയ്യുന്നത്. ആദ്യം ഇതെന്തെന്ന് മനസ്സിലായില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അമ്മൂമ്മയും അബോധാവസ്ഥയിലേക്കാകുന്ന ഒരവസ്ഥ വന്നു. അവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു കഴുത്ത് കുട്ടിയുടെ മുറിപ്പെടുത്തിയതാണ് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ ഒരു സംശയമാണ് പിന്നീട് പോലീസിലേക്ക് വിവരം അറിയിച്ചത്. പോലീസ് ഫോറൻസിക് വിഭാഗത്തിൽ പരിശോധന നടത്തുകയും കുട്ടിയുടെ കഴുത്ത് മുറിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി അടക്കം കണ്ടെടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സംഭവം വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം ഉച്ചയോടുകൂടി വിട്ടുകൊടുക്കുകയും വൈകിട്ട് അങ്കമാലി ഇടക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലാണ്, അവിടെ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകളടക്കം നടന്നത്. വീട്ടിൽ കറുകുറ്റിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച കുട്ടിയുടെ മൃതദേഹത്തിൽ വലിയ രീതിയിൽ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒത്തിരി പേര് അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. വലിയ രീതിയിൽ ആഴത്തിൽ മുറിപ്പെടുത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ആൻ്റണി റൂത്ത് ദമ്പതികളുടെ ഇളയ കുട്ടിയാണ്, 6 മാസം പ്രായമുള്ള കുട്ടിയാണ് മരണപ്പെട്ടത്. ഇതിൽ അവരുടെ മൂത്ത മകൻ 4 വയസ്സുകാരനായ ഡാനിയുടെ പിറന്നാൾ ദിനം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഈ ദിവസത്തിൽ തന്നെയാണ് ഈ കുടുംബത്തിന് ദാരുണമായ ഈ സംഭവം കൂടി വീട്ടിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഇതിനുശേഷം പോലീസ് മറ്റ് നടപടികളിലേക്ക്, കാരണം ഇതൊരു കൊലപാതകം തന്നെയാണ്, അതുകൊണ്ട് ആ നടപടികളിലേക്ക് അടക്കം പോലീസ് കടന്നിരിക്കുന്നവർക്ക് മാനസിക വിഭ്രാന്തി അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ പോലും മറ്റ് നിയമ നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമ്മൂമ്മയെ കഴിഞ്ഞ ദിവസം പോലീസ് ആശുപത്രിയിലാക്കുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും തുടർന്ന് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് നടപടികളിലേക്ക് പോലീസ് ഇപ്പോൾ നീങ്ങുകയും ചെയ്തിരിക്കുന്നത്. വർക്കലയിൽ കേരള എക്സ്പ്രസിൽ 19കാരെ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. നിലവിൽ റെയിൽവേ പോലീസും RPF കേസ് അന്വേഷിക്കുന്നുണ്ട്. ആക്രമണ സമയത്ത് 10ഓളം പേരാണ് കേരള എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിലുണ്ടായിരുന്നത്. ഇതിൽ 7 പേർ സംഭവത്തിന് സാക്ഷികളാണ്. ഇതിൽ ഒരാൾ കഴിഞ്ഞ ദിവസം പോലീസിൽ മൊഴി നൽകി. കൂടുതൽ സാക്ഷികളുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. സ്ത്രീകുട്ടിക്ക് പ്രതീക്ഷിച്ച ഉണർവുണ്ടായിട്ടില്ലെന്നും വീണ്ടും CT സ്കാനിന് വിധേയമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കി. അല്ല, സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില അതുപോലെ സ്റ്റാറ്റസ് കോ തന്നെ തുടരുന്നത്. റിപ്പീറ്റ് CT എടുത്ത സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്നും ഇപ്പം ന്യൂറോളജി പ്രൊഫസർമാരും ക്രിട്ടിക്കൽ കെയർ വിദഗ്ധരും അതിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ശകലം നേരത്തെ പറഞ്ഞത് പേഷ്യന്റിന് ഒരു CT കൂടെ ചെയ്യുന്നു. പിന്നെ CT ആൻജിയോഗ്രാം എങ്ങാണ്ട് ചെയ്യാനുള്ളൊരു പരിശോധന. വേറെ എവിടെയെങ്കിലും വേറെ അത്രത്തോളം ഒരു ഉണർവ് വരുന്നില്ല, പ്രതീക്ഷിച്ചൊരു ഉണർവ് ആ കുട്ടിക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് CTയും പിന്നെ അകത്തെവിടെയെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് പുതുതായിട്ട് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു CT ആൻജിയോഗ്രാം കൂടി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ മേധാവി ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു. ഓക്കെ, ശരി എന്നാൽ താങ്ക് യു.
തിരുവല്ലയിൽ 19-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ രജു മാത്യു ആണ് പ്രതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 2 ശിക്ഷ വിധിച്ചത്. 2019 മാർച്ച് 12-നാണ് അയിരൂർ സ്വദേശിനി കവിതയെ കൊലപ്പെടുത്തിയത്. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര നഷ്ടമാക്കില്ല എന്നത് ഉറപ്പാക്കി ഇന്ത്യ. കരാറയിൽ 48 റൺസിനാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്തത്. 168 റൺസ് പിന്തുടർന്ന ഓസീസ് 119 റൺസിന് പുറത്തായി. വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റും അക്സർ പട്ടേലും ശിവം ദുബൈയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 46 റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ. മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച തൃശൂർ തളിക്കുളത്തെ അനീഷ അഷ്റഫിന് 10ാം തരം തുല്യതാ പരീക്ഷ വീട്ടിലിരുന്ന് എഴുതുന്നതിന് പ്രത്യേക അനുമതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. പ്രത്യേക കേസായി പരിഗണിച്ചാണ് ഈ അനുമതി നൽകിയതെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നൽകിയ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. പേശികൾ ക്രമേണ നശിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ ജനിതക രോഗം ബാധിച്ച വ്യക്തിയാണ് 32 വയസ്സുള്ള അനീഷ അഷ്റഫ്. 8ാം വയസ്സിൽ രോഗം പിടിപെടുകയും 11 വയസ്സായപ്പോഴേക്കും നടക്കാൻ കഴിയാതെ പഠനം ഉപേക്ഷിക്കുകയും പൂർണ്ണമാകുന്നു. ലൈവ് 6 ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റിൽ മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.